ഒരു 1.5 വർഷമായിട്ടുള്ളൂ ഞാൻ പുണർത്ത സ്റ്റാർട്ട് ചെയ്തിട്ടെന്ന് വെച്ചാലും എൻ്റെ ഒരു ലാസ്റ്റ് ഒരു 10 ഇയേഴ്സ് ഞാൻ അബുദാബിയിൽ ഒരു ഫ്ലാറ്റിലിരുന്നുകൊണ്ട് ഞാൻ പലപ്പോഴും ചിന്തിച്ചുകൊണ്ടിരുന്നത് കോൺസ്റ്റൻ്റായി നിൽക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആയിരിക്കണം എന്നുള്ള നിർബന്ധം ഉണ്ടായിരുന്നു. ആക്ച്വലി ഹാൻഡ്ലൂം എന്ന് വെച്ചാൽ അതൊരു ആർട്ടാണ്, അതൊരു കൾച്ചറാണ്, നമ്മുടെ ഇന്ത്യയുടെ ഒരു ഹെറിറ്റേജ് ആണ്. അപ്പൊ അത് നിലനിന്ന് പോകേണ്ടത് ഒരു അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഏറ്റവും കൂടുതൽ ഡ്രസ്സുകൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന സ്റ്റേറ്റ് ഏതായിട്ടാ തോന്നി? വെസ്റ്റ് ബംഗാൾ. എനിക്ക് തോന്നുന്നത് നമ്മളുടെ കേരളത്തിലുള്ളവർക്കാണ് ഹാൻഡ്ലൂം അത്രയും അങ്ങോട്ട് സുപരിചിതമല്ലാത്തതെന്ന്. നമ്മുടെ നാട്ടിൽ ഒരു കോട്ടൺ സാരി ചിലപ്പോൾ ഒരു 1500 2500 കൊടുത്തെടുക്കാനായിട്ട് ആൾക്കാർക്ക് കുറച്ച് വിമുഖത കാണിക്കും. ഇപ്പം ഞാൻ ഇത്രയും സ്റ്റേറ്റിലൊക്കെ പോയിട്ട് വില്ലേജുകളിലൊക്കെ പോയിട്ടുണ്ടെങ്കിലും നമ്മളിപ്പോൾ തൊട്ടടുത്ത് കിടക്കുന്ന ഈ കാഞ്ചീപുരം എന്ന് പറയുന്ന ഒരു വില്ലേജിൽ നിന്ന് ഒരു വീവറിനെ കണ്ടെത്താനായിരുന്നു എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ട്. ഈ സാരിയിലേക്ക് ഫോക്കസ് ചെയ്യാൻ കാരണം എന്താ? സാരി ഒരു ഇമോഷനാണ്. എൻ്റെ അമ്മ എന്നുള്ള ഒരു ഇമോഷൻ ആയിരിക്കും. അതിപ്പോൾ എനിക്ക് മാത്രമല്ല, ഒട്ടുമിക്ക പെൺകുട്ടികൾക്കും ആ ഒരു അമ്മയുടെ സാരി ആയിരിക്കും ആദ്യമായിട്ട് അവരെടുത്തിട്ടുള്ളതും അവരെടുക്കാൻ ആഗ്രഹിച്ചിട്ടുള്ളതും. ടീച്ചർ ആവാനുള്ള എൻ്റെ ആഗ്രഹം വരാൻ തന്നെ കാരണം അന്ന് ടീച്ചർമാരെല്ലാവരും സാരി മാത്രമേ എടുക്കുകയുള്ളൂ. അപ്പം ഞാൻ ടീച്ചർ ആവാനുള്ള ആഗ്രഹം ഇങ്ങനെ ഒരു സാരി എടുക്കാമെന്നുള്ളത് കൊണ്ട് ഞാൻ ടീച്ചറായതാണ്. സപ്പോർട്ട് ചെയ്ത ബാക്ക് ബോൺ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഫാമിലിയുടെ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. മകൻ്റെ ഭാഗത്തു നിന്നായാലും ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ മോൻ പറഞ്ഞത് എൻ്റെ അടുത്ത്, സാരില്ല അമ്മ, എന്തായാലും സാരിയല്ലേ, അതിപ്പോൾ ആൾക്കാർ വാങ്ങിച്ചില്ലെങ്കിൽ അമ്മയ്ക്ക് കൊടുക്കാമെന്ന് വിചാരിക്കാമല്ലോ എന്നുള്ള ഒരൊറ്റ ഒരു വാക്കായിരുന്നു മോൻ പറഞ്ഞത്.